അമ്പലത്തിലെ പൂരം ഇന്ന് തീരുവാണ്. അപ്പൊ ഞാനും അമ്മയും കൂടെ റെഡി ആയിട്ട് പൂരത്തിന് പോവാണ് കേട്ടോ. വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോഴത്തേക്കും ആനയൊക്കെ നീങ്ങി കയറാറായിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേറെയും പരിപാടിയൊക്കെ ഉണ്ടല്ലോ അവിടെ. പൂരത്തിന് വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ കടകളിൽ കയറില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ. ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഇത് ഓരോന്നും കാണാൻ തന്നെ പ്രത്യേക രസമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ എടുത്തേക്കുന്ന വളരെ കുറച്ച് നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രണ്ടായിട്ട് വന്നപ്പോൾ ഈ സെയിം തന്നെ ഇതിന്റെ ഗോൾഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പൂരത്തിന് വരുമ്പോൾ വാങ്ങാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോൾ ഇത് ഡാമേജ്ഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല. കണ്ടില്ലേ, പള്ളുരുത്തിന് എല്ലാവരും ഈ പറമ്പിലുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പള്ളുരുത്തിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് ഈ പള്ളുരുത്തി അമ്പലത്തിലെ ഉത്സവം. ആനയൊക്കെ കയറി പടക്കം പൊട്ടിക്കാറായിട്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് നീങ്ങിയിട്ടാണ് പടക്കത്തിന് തീ കൊളുത്തുന്നത്. അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ നേരി ബജിക്കടയിലേക്ക് വന്നിട്ട് ഒരു കോളിഫ്ലവർ വാങ്ങിച്ച് നല്ല ചൂടോടെ തന്നോടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാനായിട്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ കരിമീൻ ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ പറയാറില്ല ഉത്സവ പറമ്പിൽ അല്ലെങ്കിൽ പള്ളിപ്പറമ്പിൽ വെച്ച പരിചയം നീ കാണിക്കുന്നില്ലല്ലാന്ന്. അപ്പൊ ഇതാണ് എൻ്റെ അനിയൻ. എൻ്റെ അനിയനെ ഞാൻ അപ്രതീക്ഷിതമായി തിരക്കിൻ്റെ ഇടയിൽ കണ്ടിട്ടാണ്. അവൻ ഞങ്ങളൊന്ന് നോക്കിയിട്ട് അവരെ കൂട്ടാൻ്റെ കൂടെ അങ്ങോട്ട് നടന്നുപോയി. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് കരിമീൻ ജ്യൂസ് കുടിച്ചിട്ട് എൻ്റെ ദാഹമൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചത് ടീ കുടിക്കാൻ കയറാണ്. നമ്മളപ്പോൾ ഫലൂഡ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് ഫലൂഡ, റോയൽ ഫലൂഡ, പിന്നെ റോസ് ഫലൂഡയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ മൂന്നിനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഇത് ചോക്ലേറ്റ് ഫലൂഡ അമ്മയുടെ ആണ്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചതാണ്. ടേസ്റ്റ് ചെയ്ത് 3-4 സ്പൂണായി ഞാൻ എടുക്കുന്നത്. പിന്നെ ഇത് റോയൽ ഫലൂഡയാണ്. റോയൽ ഫലൂഡയും റോസ് ഫലൂഡയും ഏകദേശം ഒരേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാവേ. അപ്പോൾ ഓക്കേടാ, ബൈ.